السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റഹ്മത്തും അവൻ്റെ ഫളലും നമ്മിലും കുടുംബത്തിലും അള്ളാഹു വർഷിപ്പിക്കുമാറാകട്ടെ. ആമീൻ. ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും താൽപ്പര്യപൂർവം ഇബാദത്തിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്ന ഒരു മനസ്ഥിതി തീർച്ചയായും ഈ നിയ്യത്ത് പൂർത്തീകരിക്കാൻ എല്ലാവിധത്തിലുള്ള റമളാനിനോട് കൂറ് പുലർത്തി അതുകൊണ്ട് കിട്ടാവുന്ന നേട്ടങ്ങളെല്ലാം സ്വായത്തമാക്കാൻ അള്ളാഹുവിൻ്റെ തുണ നമ്മിൽ ഉണ്ടാവുമാറാകട്ടെ. ആമീൻ. അവസരമാണ് അള്ളാഹു നമുക്ക് നൽകുന്നതും. ആയുസ്, ഒരു ദീർഘായുസ് എന്നൊരു ഓഫർ നമുക്കില്ല. അതെത്ര കൂടിയാലും കുറഞ്ഞാലും അവസരം കൊണ്ട് അത് ഉപയോഗപ്പെടുത്താനും ദീർഘമായ കാലഘട്ടം ജീവിച്ചവരെ അതിജയിക്കാനോ സ്വന്തമായി അല്ലെങ്കിൽ അവരോട് കൂടെ എത്താനോ നമുക്ക് കഴിയും. മഹാനായ യൂനുസ്, അതുപോലെ മുമ്പുള്ള നൂഹ് നബി അലൈഹിസ്സലാം തുടങ്ങി പ്രവാചകന്മാരൊക്കെ ജീവിത കാലഘട്ടം നീണ്ടതായിരുന്നു. അതിന് തെളിവാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 1000 വർഷത്തിൽ 50 മൈനസ് ചെയ്താൽ അത്രയും കാലം ജീവിച്ചു എന്നത്. അത്ര കാലഘട്ടം ജീവിച്ചവർ പ്രവാചകൻ എന്ന നിലക്ക് പുണ്യങ്ങൾ ചെയ്ത് അവരിൽ വിശ്വസിച്ച ആളുകളും ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ പരിമിതമായ സമയമാണെന്നുള്ളത്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. അധികപക്ഷവും, റയർ കേസല്ല, അധികപക്ഷവും 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തുകളുടെ ആയുസ്. റസൂലുള്ളാഹി അതുകൊണ്ട് സങ്കടപ്പെട്ടിട്ടില്ല, അഭിമാനപൂർവമാണ് നമ്മെ ഓർമ്മിപ്പിച്ചത്. അത് മതി. പൂർവികമായി കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരെ പോലെ, അവരുടെ അനുയായികളെപ്പോലെ സ്വർഗത്തിലെത്താൻ ഈ പരിമിതമായ സമയം മതി. അതിന് അല്ലാഹു തആല നൽകിയ അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. അതിൻ്റെ അവതരണവും മഹത്വവും എത്ര പറഞ്ഞാലും തീരുകയില്ല. അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആനിനെ ഒന്നും കൂടി ആദരിച്ചുകൊണ്ടാണ് പരിശുദ്ധ റമളാൻ നോമ്പും കൂടി നിശ്ചയിച്ചത്. ആ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അമലുകൊണ്ട് നമുക്കെല്ലാവരെയും മുമ്പിലെത്താൻ കഴിയും. റമളാനിൽ കൃത്യമായി ചിട്ടയോടുകൂടിയുള്ള ഈ നോമ്പ് നമുക്ക് പരിചയമുള്ളത് അത് നമ്മുടേത് മാത്രം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങളുടെ മുൻഗാമികളിലും നോമ്പ് നിർബന്ധമാക്കി എന്നത് നമ്മളെ സമാധാനിപ്പിക്കാനാണ്. ബാപ്പ ചെയ്തൊരു പണി അതുപോലെ കുടുംബത്തിൽ പലരും ചെയ്തു പോന്നതാണ് എന്ന് നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ, എന്നാൽ പിന്നെ നമുക്കെന്ത് വിഷമം എന്ന നിലക്ക് അതിനെ പിന്തുടരാൻ നമുക്കും കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ കഴിഞ്ഞ തലമുറകളെല്ലാം ചെയ്തു പോന്നിട്ടുള്ള ഒരു ഇബാദത്ത് ഒരു പുതിയതൊന്നുമല്ല.
അതിൽ നിങ്ങൾ അസ്വസ്ഥരാവാനും പ്രയാസപ്പെടാനും ഒന്നുമില്ല. നേരത്തെ ചെയ്തു വന്നിട്ടുള്ള ഒരു സുപരിചിതമായ ഇബാദത്താണ് എന്ന് പറയുമ്പോൾ ആ നിലക്ക് നമുക്കത് തയ്യാറാവാനും അവർ ചെയ്തത് നമുക്ക് ഭംഗിയായി നമുക്കും ചെയ്യണമെന്ന് നിശ്ചയദാർഢ്യത്തോടെ ഏറ്റെടുക്കാനും വേണ്ടി ഖുർആൻ പറഞ്ഞു തന്നു. ഏതായാലും ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം അവസരം നൽകുന്നു അല്ലാഹു. ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നിർബന്ധമായും നമ്മൾ എത്തിച്ചേരുന്നതാണ്, എത്തിയേ മതിയാവുകയുള്ളൂ. അതിന് അള്ളാഹു നൽകിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ഇബാദത്തുകളിൽ എടുത്തു പറയത്തക്ക ഒന്നാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം. അതുകൊണ്ട് ഒരു ഹാജി ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് കയൗമി വലദത്തുഹു ഉമ്മുഹു. ഉമ്മ പ്രസവിച്ച ഒരു കുഞ്ഞിൻ്റെ ഉദാഹരണമാണ് അയാളുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധി. ആ തസ്കിയത്തിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞത്. അതുകൊണ്ട് അമലുകൊണ്ട് നാം ശുദ്ധമായിത്തീരുന്നു, അള്ളാഹുവിൻ്റെ പവിത്ര അല്ലെങ്കിൽ ഉന്നതമായ അനുഗ്രഹീത അടിമകളായിത്തീരുന്നു. ഒരു ഇബാദത്തിൻ്റെ മഹത്വമാണ് ആ പറഞ്ഞത്. അതുപോലെ നോമ്പ് തൊട്ടതെല്ലാം നമ്മുടെ പാപമുക്തിയാണ്. മൻസാമ റമളാന ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റസൂലുള്ളാഹിൻ്റെ ഹദീസ്. നിങ്ങൾ നോമ്പെടുത്താൽ നിങ്ങളുടെ കഴിഞ്ഞതെല്ലാം ബാലൻസും കഴിഞ്ഞു പോയിട്ടുള്ളതെല്ലാം പുറത്തു തരും. നേരത്തെ പറഞ്ഞ ഹജ്ജിന് പറഞ്ഞതുപോലെയായി തീരുകയാണ് നമ്മൾ. മൻ ഖാമ റമളാന ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മൻ ഖാമ റമളാന ഫീ ലൈലത്തിൽ ഖദർ. എന്നാൽ 1000 മാസങ്ങളാണ്, ഒരു 80 കൊല്ലക്കാലം, 85 കൊല്ലക്കാലം ഇബാദത്തിൽ മുഴുകിയാൽ കിട്ടുന്ന നേട്ടത്തിന് അർഹരായിത്തീരുന്നു. ഓഫറുകളാണ്, അവസരമാണ്. എന്തേ വേണ്ടൂ? അതിൻ്റെ ഗാംഭീര്യത, അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രവർത്തിക്കുക വേണ്ടി. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള, അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗത്തിൽ നമ്മൾ എത്തിപ്പെടുന്നു. എല്ലാവിധത്തിലുള്ള പാപവും പൊറുക്കപ്പെട്ടവനല്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുകയുമില്ല. അതിനെല്ലാ പാപത്തിൻ്റെയും പുണ്യകർമ്മത്തിൻ്റെയും കൂടെ അള്ളാഹു ചേർത്ത് വച്ചൊരു കാര്യം, ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കരീം. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഒരുപാട് ആയത്തുകൾ പരിശോധിച്ചാൽ ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. അമാലുകളെ കൊണ്ട്, പുണ്യകർമ്മങ്ങളെ കൊണ്ട്, വിശ്വാസത്തോടു കൂടിയുള്ള പുണ്യകർമ്മങ്ങളെ കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമയാവും. ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കരീം. അള്ളാഹുവിൻ്റെ പാപമുക്തി നിങ്ങൾക്ക് നൽകും. അതുപോലെ തന്നെ പ്രതിഫലം കരീം, ഉന്നതനായ അള്ളാഹുവിൻ്റെ അവൻ്റെ ദാനവും അതുപോലെ സമ്മാനവുമാണ് പ്രതിഫലമെന്നത്. അവനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് കരീമായ അള്ളാഹു, അബ്ദുൽ കരീം അള്ളാഹുവിൻ്റെ സ്ഥായിയായ നാമമാണ്. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, കരീമായ ഔന്നിത്യത്തിൻ്റെ പ്രഭയായ ആ പ്രതിഫലം നിങ്ങൾക്ക് നൽകുന്നതാണ്. അങ്ങനെ അതിനോടുകൂടി തീർന്നില്ല, ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് പാപമോചനമുണ്ട്. നമുക്ക് കുളിക്കാൻ, വൃത്തിയാവാൻ, ശുദ്ധിയാവാൻ അല്ലാഹു തആല നിശ്ചയിച്ചു തന്നിട്ടുള്ളതാണ് നദി, പുഴ, കടൽ, അതുപോലെ വെള്ളങ്ങളും. എന്നാൽ ആത്മീയമായ സംസ്കരണത്തിന് വെള്ളം കൊണ്ട് മതിയാവുകയില്ല. വേറെ ഒരു ഒറ്റമൂലിക കൊണ്ടും നമ്മയും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയില്ല. അതിന് ഇബാദത്ത് കൊണ്ട് കഴിയും. ഇബാദത്ത് കൊണ്ട് നിങ്ങളുടെ കുളിച്ച് വൃത്തിയായ
ശുദ്ധമായൊരു മനുഷ്യൻ്റെ ശാരീരിക ബാഹ്യമായ പ്രകൃതി പോലെ തന്നെ നിങ്ങളുടെ മനസ്സുമായി തീരും. അതുകൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കാൻ അല്ലാഹു തആല നിശ്ചയിച്ചത്, മനുഷ്യനെന്ന നിലക്ക് പാപം സ്വാഭാവികമാണ്. മനുഷ്യൻ്റെ കൂടെ പാപം അടുത്ത് ചേർന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പാപികളായി തീരുക എന്നത് മനുഷ്യപ്രകൃതിയാണ് എന്നാണ് ഖുർആനിൻ്റെ കാഴ്ചപ്പാട്. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അവിടെ ആയത്തിൻ്റെ ചുരുക്കം, തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ളവനാണ് മനുഷ്യൻ, പക്ഷേ ന്യായീകരണം പാടില്ല. വലം യുസിറു അലാ മാ ഫഅലു, താൻ പ്രവർത്തിച്ചു പോയ തന്നിൽ വന്നുപോയിട്ടുള്ള പിഴവുകളെ ന്യായീകരിച്ചുകൊണ്ട് അതിനെ സ്ഥാപിക്കാൻ നിൽക്കരുത്. അത് ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും തെറ്റുകളോ ന്യായങ്ങളോ കളവുകളോ രചിക്കരുത്. മറിച്ച് എന്ത് ചെയ്യണം? വിനീതരാവണം. എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പടച്ചവനല്ലാതെ ഒരു കേന്ദ്രവും ഒരു ശക്തിയും അതുപോലെ തന്നെ ഒരു സ്ഥലവും നമുക്കില്ല. പുണ്യകേന്ദ്രങ്ങളോ പുണ്യമന്ദിരങ്ങളോ പുണ്യസ്ഥലങ്ങളോ ഒന്നുമില്ല. എല്ലാം അല്ലാഹുവിലേക്ക്. വഅഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, പടച്ച റബ്ബ് ശ്വസനം നടത്തുന്ന ജീവനാഡിയേക്കാൾ നിങ്ങളുടെ കൂടെ അടുത്ത് നിൽക്കുന്നു. ഇനി അതിൻ്റെ ഇടയിൽ വേറൊരാൾക്ക് നിൽക്കാൻ ഇടമില്ല. ഒരു വസ്തുവും അതിൻ്റെ ഇടയിലേക്ക് കയറാൻ പറ്റില്ല. ആ നിലക്ക് പടച്ചവനുമായി ചേർന്ന് നിൽക്കുന്ന നിങ്ങൾ പാപികളാകാനുള്ള മനുഷ്യനെന്ന നിലക്ക് വലിയ സാധ്യതകളുണ്ട്. അതുകൊണ്ട് മലക്കല്ലാത്ത മനുഷ്യൻ പാപം ചെയ്തു പോയാൽ ഈ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹി ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിരാശപ്പെടേണ്ടതില്ല. കുന്നുകൂടിയതാണ് നിങ്ങളുടെ പാപങ്ങൾ, എല്ലാ അതിരുകളും ലംഘിച്ചവരാണ്. എന്നാൽ പോലും അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, പരിധികൾ വിട്ടുകടന്ന് പാപം ചെയ്തു പോയി. 99 ആളെ കൊന്നു. ആ കഥ വിവരിക്കുന്നു റസൂലുള്ളാഹ്. ഇസ്രായേൽ സമൂഹത്തിൽ കടന്നുപോയ ഒരു വ്യക്തിയുടെ സംഭവം. അയാൾ 100 ആളെ തയ്ച്ചു. എന്നാൽ പോലും അയാൾക്ക് മഗ്ഫിറത്തുണ്ട്. ഇതാണ് നമ്മുടെ പരിഹാരമാർഗം. അതുകൊണ്ട് തെറ്റിൽ നിന്ന് മുക്തമായി പൂർണ്ണമായി 100% അകന്ന് ജീവിക്കാൻ മനുഷ്യൻ എന്ന നിലക്ക് സാധ്യമല്ല. പ്രായോഗികതയാണ് ഇസ്ലാം. പ്രായോഗികത എന്താണ്? അത് ക്ഷണഭങ്കുരമായി പ്രത്യേക വികാരത്തിന് വിധേയമായി തെറ്റുകൾ വന്നു പോവുക എന്നത് മനുഷ്യ സഹജമാണ്. അങ്ങനെയുള്ള ഒരു സൃഷ്ടിപ്പാണ് മനുഷ്യനുള്ളത്. പക്ഷെ പരിഹാരം എന്താണ്? അല്ലാഹുവിലേക്ക് മടങ്ങുക എന്നതാണ്. അപ്പോൾ തെറ്റിൽ നിന്ന് മടങ്ങിക്കഴിഞ്ഞാൽ പാപങ്ങളെല്ലാം യുബദ്ദിലു ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറർ റഹീമ. ആയത്തിൻ്റെ ഉള്ളടക്കം, നിങ്ങൾ തെറ്റിൽ നിന്ന് മടങ്ങി പശ്ചാത്തപിച്ചാൽ മലക്കുകളോട് അല്ലാഹു പറയുന്നു, അയാളുടെ കുറ്റങ്ങളൊന്ന് എണ്ണിയാൽ, അങ്ങനെ എല്ലാ രേഖകളിലും അല്ലെങ്കിൽ പേജുകളിലും നമ്മൾക്ക് കുറ്റമുണ്ട്, പാപമുണ്ട്, ഓരോ ദിവസങ്ങളിലും. അതെല്ലാം എണ്ണിയപ്പോൾ പരിഗണിക്കാൻ പറ്റാത്ത എണ്ണമാണ് നമ്മുടെ തെറ്റുകൾ. എന്നാൽ അല്ലാഹു പറയുന്നു, അയാളുടെ തൗബ സ്വീകരിച്ചുകൊണ്ട് അയാൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, അയാളുടെ തിന്മയുടെ എണ്ണത്തിൻ്റെ അത്രയും പുണ്യം നൽകുക എന്ന്. ഇതാണ് അല്ലാഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ചവനെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞ കഥ നിങ്ങളെവരുടെയും മനസ്സിലുണ്ടാകും. യുദ്ധക്കളത്തിൽ കുട്ടിയെ, രണാങ്കളത്തിലെ പൊടിപടലങ്ങളിൽ പെട്ടുപോയ, അതുപോലെ തന്നെ അശ്വഭടന്മാർക്കിടയിൽ പെട്ടുപോയ കുട്ടിയെ തെരഞ്ഞുകൊണ്ട് ഓടുന്ന ആ ഉമ്മ പേടിയോടുകൂടി ഭയത്തോടുകൂടി
ആ കുട്ടിയെ ഒരു മൂലയിൽ കണ്ടെത്തിയാൽ എന്തൊരു സ്നേഹപ്രകടനമായിരിക്കും അത്. വാരിയെടുത്തുക കുട്ടിക്ക് മുല കൊടുക്കാൻ തയ്യാറാവുന്ന ഉമ്മയുടെ സ്നേഹവാത്സല്യവും വികാര അവസ്ഥയും മുമ്പിൽ വെച്ചുകൊണ്ട് നബി ഒരു ചോദ്യം ചോദിച്ചു. റസൂലുള്ള ചോദിച്ചു, അയുൽക്കി ആദിയിൽ ഉമ്മ വലദഹു ഫിന്നാർ, ഈ കുട്ടിയെ ഉമ്മ തീയിലേക്ക് വലിച്ചെറിയുമോ സഹബാക്കളെ? നിങ്ങളുടെ അഭിപ്രായം എന്ത്? കല്ല വല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല റസൂലേ. എന്നാൽ റസൂലുള്ള വിശദീകരിച്ചു. എല്ലാം പ്രായോഗികമായ ഉദാഹരണത്തോടു കൂടിയുള്ള ഒരു ക്ലാസിക്കാണ് നബിയുടെ എല്ലാ വിഷയാവതരണവും. റസൂലുള്ള പറഞ്ഞു, എന്നാൽ ഫഇന്നല്ലാഹ അർഹമു ബികും മിൻ ആദിഹിൽ ഉമ്മി ലിവലദിഹ, അല്ലാഹു തആല അർഹം, മുബാലഗ എന്ന് അറബിയിൽ പറയും, സൂപ്പർലേറ്റീവ്, ഏറ്റവും അധികം സ്നേഹിക്കുന്നവനാണ് പടച്ച റബ്ബ്. ഈ ഉമ്മ കുട്ടിയോടുള്ള സ്നേഹത്തിനേക്കാൾ വേണമെങ്കിൽ നമുക്കൊരു 100 ഇരട്ടി എന്ന് ഉദാഹരണത്തിന് പറയാം. അങ്ങനെയുള്ള 100 ഇരട്ടി ഉമ്മയേക്കാൾ സ്നേഹിക്കുന്നവനായ അല്ലാഹു നമ്മെ തീയിലേക്ക് എറിയുകയില്ല. അത്ര സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഇബാദി, എൻ്റെ അടിമകൾ, പാപം ചെയ്ത് കുറ്റത്തിലും പാപത്തിലും മഅസിയത്തിൽ പൊതിഞ്ഞു നിൽക്കുന്നവനെ വെറുക്കുന്നു. ഒരു നേരം കള്ള് കുടിച്ചു എന്ന് നമ്മളുടെ മകനെക്കുറിച്ച് കേട്ടാൽ, അയൽവാസിയുടെ മകനെക്കുറിച്ച് കേട്ടാൽ, അവിടുത്തെ പുതിയാപ്പിളയെക്കുറിച്ച് കേട്ടാൽ നമ്മൾ വെറുക്കുന്നു. അയാളുടെ മുഖത്ത് നോക്കാൻ നമുക്കിഷ്ടമില്ല. അങ്ങനെ നിരന്തരം കുടിയനാണെന്ന് പറഞ്ഞാൽ പിന്നീട് യാതൊരു പരിഗണനയും നമ്മുടെ സദസ്സുകളിലില്ല, നമ്മിലില്ല. അത്രയും നമ്മൾ നീചനായി, ദുഷ്ടനായി നാം അയാളെ കാണുന്നു. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും നാഥൻ നമ്മളുടെ തെറ്റുകൾ ആരും അറിയാത്തത്, അയാൾ കുടിച്ചതെല്ലാവരും അറിഞ്ഞതുകൊണ്ടാണ് വെറുക്കുന്നത്. പക്ഷേ ആരും അറിയാത്തത്, അതെൻ്റെ ഭാര്യ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നൊരു ഭർത്താവായി പരിഗണിക്കുമായിരുന്നില്ല. എൻ്റെ മക്കൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നൊരു പിതാവെന്ന് വിളിച്ച് അവരെ സ്നേഹിക്കുമായിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പണ്ഡിതനായി ഒരു സ്റ്റേജിലും എന്നെ കയറ്റുമായിരുന്നില്ല. അങ്ങനെ എവിടെയും സ്ഥാനമില്ലാത്ത വിധത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമായിരുന്നു. അങ്ങനെയുള്ള ആരും അറിയാത്ത തെറ്റുകളുടെ കൂമ്പാരമുള്ള എൻ്റെ റബ്ബ് എന്നെ അറിയുന്നു. ഉള്ളും പുറവും അറിയുന്നു. എല്ലാം അറിയുന്ന റബ്ബ് ഒരു ദിവസം ഇത് പരസ്യമാക്കിയോ? ഇല്ല. ഇന്നും എന്നും രഹസ്യമാക്കി. രഹസ്യത്തിൻ്റെ കലവറയുടെ ഉള്ളിൽ നമ്മെ നിർത്തി. രഹസ്യത്തിൻ്റെ വസ്ത്രം കൊണ്ട് നമ്മെ പൊതിഞ്ഞു. ആർക്കും നോക്കിയാൽ കാണാത്ത വിധത്തിൽ നമ്മുടെ കുറ്റങ്ങൾ, ആ കുറ്റങ്ങൾ കണ്ടു നിൽക്കുന്ന അല്ലാഹു കണ്ണിൻ്റെ കാഴ്ച എടുത്തു കളഞ്ഞില്ല, നാവിനെ തളർത്തിയില്ല, ശരീരത്തിൻ്റെ ഒരു ഭാഗപ്രവർത്തന അത് രാഹിത്യം രഹിതമായില്ല. എല്ലാം പൂർണ്ണമാണ്. എൻ്റെ മക്കൾ അല്ലാഹു ഒന്നായി മരിപ്പിച്ചില്ല. എൻ്റെ സമ്പത്ത് മുഴുവനും എടുത്തു കളഞ്ഞ് എന്നെ കടക്കാരനും യാചകനുമാക്കിയില്ല. അന്നും എന്നും ഇസ്സത്തോടുകൂടി എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നത് ഞാൻ കുറ്റമുക്തനായതുകൊണ്ടല്ല, പിന്നെ എൻ്റെ റബ്ബിൻ്റെ കാരുണ്യമാണ്. ആ റബ്ബിനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായും അത് പശ്ചാത്താപത്തിന് കാരണമാകും. സൂറത്തുർ റഹ്മാനിലെ മനോഹരമായ പ്രയോഗം 33 വട്ടം ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന ആയത്ത് ആവർത്തിക്കുന്നു. ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരാ. കാരണം നമ്മളത് മനസ്സിലാക്കിയേ മതിയാവൂ എന്നതുകൊണ്ട് 500 ഉറുപ്പികയുമായിട്ട് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ മത്സ്യം വാങ്ങാൻ പറഞ്ഞയക്കുമ്പോൾ മോനോട് പറയാൻ എൻ്റെ കയ്യിലുള്ളത് 500 എണ്ണി നോക്കണം, ബാക്കി വീണു പോകരുത്, കൃത്യമാവണം. 3ഓ 4ഓ പ്രാവശ്യം നമ്മൾ 500ൻ്റെ അതിൻ്റെ വാല്യൂ കുട്ടി മനസ്സിലാക്കാൻ വേണ്ടി ആവർത്തിക്കും. ഇതുപോലെ ജീവിതത്തിൻ്റെ, കുറ്റമറ്റ ജീവിതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പടച്ച റബ്ബ് അവൻ്റെ അനുഗ്രഹത്തിൻ്റെ എണ്ണമാണ് ആദ്യം നിങ്ങൾ അറിയേണ്ടത്. എങ്കിൽ എത്രമാത്രം സ്നേഹം നമ്മളോടുണ്ട് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിനെ സ്നേഹിക്കാൻ കഴിയും.
ബാപ്പ മകനോട് ചോദിച്ചു, ക്ലാസ്സിൽ പോകാതെ ഏതോ കടപ്പുറത്തോ അല്ലെങ്കിൽ പാർക്കിലോ പോയിരിക്കുന്നൊരു മകൻ അവൻ്റെ കുരുത്തക്കേട് കണ്ടുപിടിച്ചവനെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് ചോദിച്ചു. 4 അടിച്ചുകൊണ്ടല്ല, മോനെ എന്താ നീ ക്ലാസ്സിൽ പോകാതിരുന്നത്? എന്തിൻ്റെ പോരായ്മ നിനക്കുള്ളത്? ഈ കൊല്ലത്തെ പുസ്തകം മുഴുവനും വാങ്ങിയിട്ടില്ലേ? ഉണ്ട് വാപ്പ. പാൻറ്റ് നിന്നെപ്പോലെ മാറ്റിയെടുക്കാൻ പാൻറ്റുള്ളവർ നിൻ്റെ ക്ലാസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ മോനെ? അതിനേക്കാൾ കൂടുതലില്ലേ? 3 ഷൂ അല്ലേ നിനക്കുള്ളത് മോനെ? ഓരോന്നും തെറ്റ് അവൻ തലകുലിക്ക് സമ്മതിച്ചു. എന്നിട്ട് 10ഓളം കാര്യങ്ങൾ വാപ്പ എണ്ണി. ഇതെല്ലാം നിനക്കില്ല മോനെ? ഉണ്ട്. നിന്നെ സ്നേഹിക്കുന്നൊരു ഉമ്മയില്ലേ നിനക്ക്? ഉണ്ട്. നീ എന്തെങ്കിലും ഒരു പാത്രമെങ്കിലും കഴുകിയിട്ട് ഒരു ചായ സ്വന്തമായി ഉണ്ടാക്കി പാർന്ന് കുടിച്ചിട്ടുണ്ടോ മോനെ? ഇല്ല. ഈ നിലയ്ക്ക് നിന്നെ സ്നേഹിക്കുന്നൊരു ബാപ്പയും ഉമ്മയുമുള്ളൊരു കുടുംബത്തിൽ നീ ഈ ചെയ്ത തെറ്റ് ശരിയാണോ മോനെ? ഇല്ല ബാപ്പ. അതോടുകൂടി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ഇനി മേലിൽ ഞാൻ ചെയ്യുകയില്ല ബാപ്പ എന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആലിംഗനം ചെയ്യുന്നു. ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്ന ബാപ്പയുടെ ചോദ്യമാണ് സൂറത്തുർ റഹ്മാനിലെ 33 തവണ അല്ലാഹു ഫബി അയ്യ ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. ഓ ജിന്നു മനുഷ്യവർഗമേ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ ഏതാണ് നിങ്ങൾക്ക് ചെറുതാക്കാനോ നിഷേധിക്കാനോ കഴിയുക? നിങ്ങൾക്ക് സ്വന്തമായി ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടാൻ നിങ്ങളൊന്ന് തിരഞ്ഞു നോക്കൂ. ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല നാഥ, ഇല്ല റബ്ബേ. അതുകൊണ്ട് തബാറകസ്മ, സൂറത്തിൻ്റെ അവസാനം തബാറകസ്മ റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. മഹാനും ഉന്നതനും പരമോന്നതനുമായ അല്ലാഹുവേ, ഞാൻ നിന്നിലേക്ക് മടങ്ങുന്നു. നീ മഹാനാണ്, ഉന്നതനാണ്. എനിക്ക് ബോധ്യപ്പെട്ടുന്നത് ഞാൻ ചെയ്തതെല്ലാം കുറ്റമാണ് എന്നെനിക്ക് ഞാൻ മനസ്സിലാക്കി. ഞാൻ മടങ്ങുന്നു. ഈ രീതിയിലാണ് പരിശുദ്ധ ഖുർആൻ മനുഷ്യനുമായി സംവദിക്കുന്നത്. ആ ഓരോ വാക്കുകളും അതുപോലെ തന്നെ ഓരോ പോയിൻ്റുകളും നമ്മൾ ചിന്തിക്കുമ്പോൾ നാം ചെയ്തത് കുറ്റമാണ്. അങ്ങനെ കുറ്റവാളിയായ ഒരു മനുഷ്യനെയാണ് ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സാലിഹൻ ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. അള്ളാഹുവിനെ പറ്റി നിങ്ങൾ അറിയണം. ഗഫൂറുർ റഹീം, അവൻ പൊറുക്കുന്നവൻ, പിന്നെയോ റഹ്മാൻ റഹീമാണ്. അങ്ങേയറ്റത്തെ കരുണയുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് റബ്ബിനെ മനസ്സിലാക്കിയാൽ നമുക്ക് പശ്ചാത്തപിക്കാൻ എളുപ്പമാകും. പശ്ചാത്താപത്തിൻ്റെ പരിശുദ്ധി നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഒന്നാമത്തെ നമ്മുടെ ശുദ്ധീകരണം, ആത്മശുദ്ധീകരണം തൗബയിൽ കൂടി. 2 അഅ്മാലു സ്വാലിഹാത്തിൽ കൂടി. നമുക്കറിയാം, അഖിമിസ്വലാ തറഫൈൻ നഹാർ വസുലഫം മിനൽ ലൈലി ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യാത്ത്. അതാണ് പോയിൻ്റ്. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യാത്ത്. മഹാനായ റസൂലുള്ളാഹിൻ്റെ പള്ളിയിൽ ധൃതിയിൽ വന്നിരിക്കുന്ന ഒരാൾ, റസൂലുള്ള വന്ന് പള്ളിയിൽ കയറുമ്പോൾ തന്നെ എൻ്റെ സങ്കടം പറയണമെന്ന് വിചാരിച്ച ആ സഹാബി വന്നത്. പക്ഷേ അയാൾക്ക് പറയാൻ സാധിച്ചില്ല. അയാൾ അസർ നമസ്കാരത്തിൽ നബിയുടെ കൂടെ ജമാഅത്തായി നമസ്കാരം കഴിഞ്ഞു. ആളുകൾ പോകാൻ കാത്തിരുന്നു. റസൂലുള്ളാഹിയോട് അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു, റസൂലെ, പറയാൻ പറ്റാത്ത ഒരു തെറ്റ് ഞാൻ ചെയ്തു പോയി. എൻ്റെ കടയിലേക്ക് വന്ന പഴം വാങ്ങാൻ വേണ്ടി വന്ന ഒരന്യ സ്ത്രീയെ ഞാൻ ചുംബിച്ചു പോയി റസൂലെ. അതുകൊണ്ട് അഖിമിൽ ഹുദൂദ്, എന്താണ് നടപടി എടുത്തുകൊള്ളുക? ഞാനതിന് തയ്യാറാണ്. ഇസ്ലാമിൻ്റെ ഏത് നിയമമാണെങ്കിലും എൻ്റെ പേരിൽ എൻ്റെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി നടപ്പാക്കുക റസൂലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിലേക്ക് നോക്കിക്കൊണ്ടു, ഇന്നൽ ഹസനാത്ത്, നീ ഞങ്ങളുടെ കൂടെ അസ്ർ നമസ്കരിച്ചോ? അതേ റസൂലെ. ജമാഅത്തായി നമസ്കരിച്ചോ? അതേ റസൂലെ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഈ ആയത്തോതി, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന, സൂറത്ത് അൻകബൂത്ത്, യുദ്ഹിബിന സയ്യാത്ത്. എല്ലാ നന്മകൾക്കും 2 മെച്ചമുണ്ട്. സുർമയിട്ടാൽ കണ്ണിന് എരിവരിക എന്നതല്ല, എരിവിൻ്റെ ശേഷം ഒരു സുഖമുണ്ട്. കുളിക്കുക എന്നത് കേവലം വൃത്തിയാകുന്നതിൻ്റെ അപ്പുറത്ത്
ഒരു ഉന്മേഷം, ആനന്ദം, തിരിച്ചു വരവുണ്ട്. വസ്ത്രം പുതിയത് ധരിക്കുമ്പോൾ ആളുകളുടെ മുമ്പിൽ ഭംഗി എന്നതിലുപരിയായി മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നതുണ്ട്. അങ്ങനെ എല്ലാ നന്മക്കും പാപമുക്തി എന്ന ഒന്നുണ്ട്, പ്രതിഫലവുമുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അവൻ്റെ റഹ്മത്ത്, അവൻ്റെ കരുണ അറിയുക. നന്മ ചെയ്താൽ നന്മയുടെ പ്രതിഫലം മാത്രമല്ല, അത്ര തന്നെ തിന്മയെ അല്ലാഹു തആല മായ്ച്ചു കളയുന്നു. റസൂലുള്ള പറഞ്ഞത് നമുക്കറിയാം. നിങ്ങൾ ഒന്നുവെടുക്കുക, പള്ളിയിലേക്ക് നടക്കുക, കാൽപാദങ്ങളിൽ എണ്ണാൻ മലക്കുകളുണ്ട്. വലതുകാൽ വെക്കുമ്പോൾ നിങ്ങളുടെ പുണ്യം എഴുതപ്പെടുന്നു, ഇടത് കാൽ മുന്നോട്ട് വെക്കുമ്പോൾ നിങ്ങളുടെ പാപത്തെ മായ്ക്കുന്നു. അല്ലാഹു അക്ബർ. നാഥ, നിൻ്റെ ദീനിൻ്റെ വിശാലതയും നിൻ്റെ കാരുണ്യവും ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് നന്മ കൊണ്ട് നിങ്ങളുടെ തിന്മയെ മായ്ച്ചു കളയണം നിങ്ങൾ. അതിന് അല്ലാഹു തആല നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആയുസ്സിൽ കിട്ടുന്ന ഓരോ അവസരങ്ങളും, വിശിഷ്യ പരിശുദ്ധ റമളാൻ, നന്മയല്ലാത്ത ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ചുറ്റുപാടിലാണ് അല്ലാഹു നമുക്ക് നോമ്പ് ഇണക്കി തന്നത്. ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ്. എന്തെല്ലാം നന്മയുണ്ടോ അവിടങ്ങളിലേക്കെല്ലാം പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതി വെച്ച ആയത്തുണ്ട്. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ ധൃതിയിൽ വേഗത കാണിക്കണം. ഒരു സ്ഥലത്ത് ഫല്യതനാഫസിൽ മുത്തനാഫിസുൻ, നിങ്ങൾ മത്സരിക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ പറയുന്നത് കേവലം സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് അല്ല, പിന്നെന്താണ്? പരിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശമാണ്. ആരോടാണ്? പാപികളായ കുറ്റവാളികളായ നമ്മൾ തിരിച്ചു നിന്ന് അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് പുണ്യത്തിന് വേണ്ടി നമ്മുടെ മനസ്സിനെ തിരിച്ചു വെച്ച് നിയ്യത്ത് ചെയ്ത് ഇറങ്ങുമ്പോൾ പടച്ച റബ്ബിൻ്റെ ആഹ്വാനമാണ്. നിങ്ങൾ ഫല്യതനാഫസിൽ മുത്തനാഫിസുൻ, സ്വർഗം നിങ്ങളുടെ കൂടെയുണ്ട്, അടുത്തുണ്ട്. ആ സ്വർഗത്തിൻ്റെ വിശദീകരണമാണ് പിന്നീടുള്ള ആയത്തുകളെല്ലാം. മുമ്പും സ്വർഗമാണ്. അങ്ങനെ ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നേറുക, ഓടി വരണം, നിങ്ങൾ മത്സരിക്കണം. മത്സരിക്കണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് ഒരു പ്രകൃതിയുണ്ട്, ഒരു സൈക്കോളജിക്കൽ, മറ്റുള്ളവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുമ്പിൽ ഒന്നാമനാവണമെന്ന്. ആരെയും പരാജയപ്പെടുത്തുകയല്ല, നമ്മൾ ഒന്നാമനാവണം. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിൽ ഒന്നാം സ്ഥാനം വ അന അവ്വലുൽ മുസ്ലിമീൻ വജ്ജഹ്തു വജിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ്, സൂറത്ത് അൻആം. അതിൻ്റെ അവസാനം ഖുൽ, നബിയെ പറയൂ, വ അന അവ്വലുൽ മുസ്ലിമീൻ. യഥാർത്ഥം ഞാൻ ഒന്നാമത്തെ മുസ്ലിമാണ്. നബിക്ക് മുമ്പ് മുസ്ലിം ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. പിന്നെന്താണ് ഒന്നാമത്തെ മുസ്ലിം? അതിൻ്റെ അർത്ഥം നമ്മളും ആയത്തോതുമ്പോൾ നമ്മളും പറയുന്നത് റസൂലുള്ള പറഞ്ഞതും, ഇസ്ലാം കാര്യത്തിന് ഒന്നാം സ്ഥാനം നൽകുന്ന മുസ്ലിമാണ് അല്ലാഹുവേ ഞാൻ. എനിക്ക് രണ്ടാമത്തേതേ ഇനി എൻ്റെ ജീവിതത്തിലുള്ളൂ. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫില്ല വൽ ഖൈലിൽ വൽ അൻആമി എന്ന് ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ അർസ് ദാലിക മതാഉദ് ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും ലില്ലദീന യത്തഖൂൻ. എന്നാൽ നിങ്ങൾക്ക് കുതിരയും അതുപോലെ ഒട്ടകക്കൂട്ടങ്ങളും സ്വർണ്ണക്കൂമ്പാരങ്ങളും ആണും പെണ്ണും അഥവാ സുഖജീവിതവും മക്കളും എളാപ്പയും മൂത്താപ്പയും അങ്ങനെയുള്ള വിശാലമായ സന്തോഷകരമായ കുടുംബജീവിതമില്ലേ? നിങ്ങളുടെ ഒരു കച്ചവട സ്ഥാപനം, പൊളിഞ്ഞു പോകാതെ ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കച്ചവട സ്ഥാപനം നിങ്ങളുടെ മനസ്സിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടില്ലേ? അതിനേക്കാൾ നിങ്ങളുടെ മനസ്സിൽ സ്വാധീനിക്കേണ്ടത് ബിഖൈരിൻ മിൻ ദാലികും, അത് എന്താണ്? പടച്ച റബ്ബിലുള്ള വിശ്വാസവും അമലു സ്വാലിഹത്തുമാണ്. അത് ഹൃദയത്തിലുണ്ടെങ്കിൽ അവ്വലുൽ മുസ്ലിമായി തീരാൻ നമുക്ക് കഴിയും. എന്താണ് അവ്വൽ? ഒന്നാം സ്ഥാനം. ഖുൽ അഉനബ്ബിഉകും ബിഖൈർ. 8 കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ മൗലികമായ മനുഷ്യ ആവശ്യങ്ങളെക്കാൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇസ്ലാം മൗലികമായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിക്കാൻ കഴിയും നിങ്ങൾക്ക്. ഇതൊരു വെറും വാക്കല്ല, പിന്നെ അത് പ്രായോഗികമാക്കി കാണിച്ചു തന്ന
സഹാബാക്കളുടെ ജീവിതവും പരിശുദ്ധ ഖുർആനിൻ്റെ ആശയം ചേർത്ത് വെച്ചുകൊണ്ട് ചരിത്ര പഠനവും ഖുർആൻ പഠനവും കൂടി നടത്തിയാൽ ബോധ്യപ്പെടും. മഹാനായ റസൂലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടക്കുന്ന 70ഓളം വരുന്ന സുഫത്തിൻ്റെ അഖിലുകാരെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അവർ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ്, പച്ചയായ യാഥാർത്ഥ്യമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബീ ഹുറൈറ പോലെയുള്ള 70ഓളം വരുന്ന രാജ്യത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് എത്തിപ്പെട്ടവരും മക്കയിൽ നിന്ന് ഹിജ്റ വന്നവരും മദീനയിലെ നിവാസികളും. അവരോട് റസൂലുള്ള ഒരു ദിവസം ചോദിച്ചു, നിങ്ങൾക്ക് ബത്ഹാഗ് എന്ന മദീനയിലുള്ള ഒരു കാലിച്ചന്തയാണത്, അവിടെ നിങ്ങൾ എത്തുക. അവിടുന്ന് മനോഹരമായ 2 തടിച്ച കൊഴുത്ത പാലുള്ള ഒട്ടകത്തെ 2 ഒട്ടകം ഒരാൾക്ക് കിട്ടുക. ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഇത് ഇഷ്ടപ്പെടാത്തത്? അവരെല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ ഓരോ വാക്ക്, നബിയുടെ ഓരോ പാഠം അവർ ചിന്തിച്ചുകൊണ്ടും ചിരിച്ചുകൊണ്ടും റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, ഞങ്ങളെ കൂട്ടത്തിൽ ആരും ആഗ്രഹിക്കാത്തവരിൽ എല്ലാവർക്കും അത് തന്നെ വെറുതെ കിട്ടുകയാണ്, ഒരു പൈസയും വേണ്ട, ന്യൂനതകളില്ലാത്ത ഒട്ടകമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, റസൂലെ, ഞങ്ങൾക്കാണ്. റസൂലുള്ള പറഞ്ഞു, എന്നാൽ അവല അതുല്ലുക്കും ഖൈറും മിൻ ദാലിക്കും, ഞാൻ അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ആയത്തൈൻ, 2 ആയത്ത്. ഖൈറും മിൻ ഇബിലിൻ, നിങ്ങൾക്ക് തടിച്ച ഒട്ടകത്തേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ മെച്ചമാണ് 2 ആയത്ത് പഠിക്കൽ. 2, 3 ആയാലോ 3 ഒട്ടകത്തേക്കാൾ, 4 ആയാലോ 4 ഒട്ടകത്തേക്കാൾ, അതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറാണെന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ ബൈഹാർട്ട് ചെയ്ത 70ഓളം ശിഷ്യന്മാർ അതേ സദസ്സിൽ. 1-ാം സ്ഥാനം ഇസ്ലാമിനായിരുന്നു. 1-ാം സ്ഥാനം ഇസ്ലാമിൻ്റെ ഏതൊരു കാര്യത്തിനും നൽകാൻ പ്രാപ്തനായ മുസ്ലിം ആയിത്തീരാൻ നമുക്ക് കഴിയുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയായിത്തീരാൻ ഖുർആൻ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ മത്സരിക്കണം, മറ്റിൽ നിന്നെല്ലാം അകന്നുകൊണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സാരിയു ധൃതി കാണിക്കണം, നിങ്ങൾ സാബിക്കു മുൻകടക്കണം. ഈ നിലക്ക് ആയിരുന്നു സഹാബാക്കൾ, സത്യവിശ്വാസികൾ ഇന്നും എന്നും ആവണം. ഇത് നമുക്കുള്ള ആയത്താണ് എന്ന് മനസ്സിലാക്കുക. ആ നിലക്ക് ഒരു ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുവാൻ, നമ്മൾ കരണ്ട് പോയാൽ, എൻ്റെ വീട്ടിൽ കരണ്ടില്ല, രാവിലെ രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ സുബഹിൻ്റെ സമയത്ത് എഴുന്നേറ്റപ്പോൾ എൻ്റെ വീട്ടിൽ കരണ്ടില്ല. അടുത്ത ചോദ്യം, മോനെ, അക്കരെയല്ല ആ അയൽവാസികളുടെ വീട്ടിലുണ്ടോ? ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കടം കൂടി, ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ സമാധാനിച്ചു, മറ്റൊരാൾക്കും ഇല്ല എന്നതുപോലെ നമുക്ക് വേറെ എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു സന്ദർഭമാണ്, പുണ്യം ഒരുപോലെയുള്ളൊരു സന്ദർഭമാണ് നമ്മളും പങ്കാളികളാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു വിഷമം, അതുപോലെ തന്നെ ഒരു ലജ്ജാബോധം, ഒരു ഷെയിം. എന്താണത്? ആ 6 വയസ്സുള്ള കുട്ടി പോലും നോമ്പെടുത്തു, 80 വയസ്സുള്ള വലിയാപ്പയും നോമ്പെടുക്കുന്നു, ഞാൻ മാത്രം നോമ്പെടുക്കാതിരിക്കുന്നത് എങ്ങനെ? കുറ്റബോധത്തിൽ നിന്ന് നാം ഊർജം സ്വീകരിച്ചുകൊണ്ട് നന്മയുടെ വക്താവാകുന്നു. അതാണ് എന്ത് ചെയ്തത്? റമദാൻ കുത്തിബ അലൈക്കുമുസ്സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എല്ലാവർക്കും സാഹചര്യം ഒരുക്കി തന്നു അല്ലാഹു. നോമ്പെടുക്കാതിരിക്കാനാണ് സാഹചര്യം. അങ്ങനെ സാഹചര്യത്തെ, മനസ്സിനെ, ചുറ്റുപാടിന് എല്ലാവരും ചെയ്യുമ്പോൾ നമ്മളും അറിയാതെ ആ 30 അല്ലെങ്കിൽ 29 കഴിഞ്ഞുകൂടുന്നത് എത്ര പെട്ടെന്നാണ്. പക്ഷേ മനസ്സറിയാതെ ആവരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ പാപം പുറത്തു കളയുന്നത് തൗബയാണ്. 2-മത്തെ അഅ്മാലു സ്വാലിഹാത്താണ്. ആ അഅ്മാലു സ്വാലിഹത്തിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് പാപമുക്തിക്ക് നമ്മുടെ നോമ്പ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹു ഈ തരത്തിൽ ചുറ്റുപാടുകളെ മുഴുവനും ഇണക്കി തന്നുകൊണ്ട്
നമ്മെയും അതിലേക്ക് ലയിച്ചു ചേരാൻ പര്യാപ്തമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മെ നോമ്പിലേക്ക് ക്ഷണിക്കുന്നത്. അൽഹംദുലില്ലാ. സുന്നത്ത് നോമ്പ് ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരു തിങ്കളാഴ്ച നോമ്പെടുക്കുന്ന വീട്ടിൽ ആരും നോറ്റിട്ടില്ല. ഓഫീസിൽ പോയപ്പോൾ കുട്ടികൾ അവിടെയും ആരും നോറ്റിട്ടില്ല. എങ്കിൽ ആ നോമ്പ് മുഴുവനാക്കാൻ നമുക്ക് എത്ര പ്രയാസം. എന്നാൽ റമളാനിൽ ചെന്നാൽ നമുക്ക് എന്തൊരു എളുപ്പം. അതാണ് ആ എളുപ്പമാക്കി തന്ന അള്ളാഹു ഇനി നമുക്ക് എന്തെല്ലാമാണ് നന്മകൾ പരിശുദ്ധ റമളാനിൽ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ഒരു ടാർഗറ്റ് നമ്മുടെ മനസ്സിലുണ്ടാവുക. റമളാനിനെ എങ്ങനെ നമ്മൾ ഇസ്തിഖ്ബാൽ ചെയ്യണം, ഒരു ടാർഗറ്റ്. എല്ലാറ്റിനും നമ്മുടെ കല്യാണത്തിന് വിളിക്കുന്ന ആളുകൾക്ക് നമ്മുടെ അതിർത്തി നിശ്ചയിക്കും. ഈ റോഡിൻ്റെ അപ്പുറത്തേക്ക് ഇനി വാപ്പ ആരും വിളിക്കേണ്ടതില്ല. ശരി, എല്ലാറ്റിനും ഒരു അതിർത്തിയുണ്ട്, നിശ്ചയിക്കുന്നു. പരിശുദ്ധ റമളാനിൽ നമുക്ക് ഒരു നിശ്ചയം വേണം. എന്താണത്? ഈ കൊല്ലത്തെ റമളാനിലെ ഒരു ജമാഅത്തും എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ. ഒന്നുകിൽ പള്ളിയിൽ ആദ്യം എത്തുന്നവന് അവൻ ഒന്നാമത്തെ മുസ്ലിം, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം നൽകുന്ന മുസ്ലിം, അല്ലെങ്കിൽ ഒന്നാം സഫിലെത്തുന്ന മുസ്ലിം. അതുമല്ലെങ്കിൽ ഒരു ജമാഅത്തിൻ്റെ ഒരു റുക്കൂഴ് പോലും നഷ്ടപ്പെടാത്തവൻ ഞാനാവണം എന്ന് തീരുമാനമെടുത്തുകൂടെ? എടുക്കാം. നമ്മുടെ നാട്ടിലുള്ള ഏതൊരു പള്ളിയിലും ഇഖാമത്ത് കൊടുത്താൽ 2 സഫ് എപ്പോഴും നമുക്ക് കാണാം അവർ പൂർണ്ണമായി ജമാഅത്ത് കിട്ടാത്തവരാണ്. എന്നാൽ ആ വന്ന ആളുകളെല്ലാം ഒരു മയ്യത്തിനെ പരിപാലിക്കുന്നവരായിരുന്നുവോ? അല്ല. അവരെ ആരെങ്കിലും ശക്തന്മാർ തടഞ്ഞു വെച്ചവരായിരുന്നോ? അല്ല. വീട്ടിൽ അത്യാസന്ന ഗുരുതരമായി മാതാവിൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു അവർ? അല്ല. പിന്നെന്ത്? ഒന്നും പറയാൻ കാരണമില്ല. അങ്ങനെ ആയി എന്നതിൻ്റെ പേരിൽ മനസ്സിനൊരു വേദനയുണ്ടായിട്ടുണ്ടോ എന്നെങ്കിലും? ഇല്ല. അപ്പോൾ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ല. ഖുർആൻ പറഞ്ഞു അശ്രദ്ധമാണ് കൂടുതൽ ആളുകളും, ഭൂരിഭാഗം വരുന്നത്. വലഖദ് ദറഅന ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി. അവസാനം പറഞ്ഞു ഗാഫിലൂൻ. അശ്രദ്ധ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അതിനെ ശ്രദ്ധ എന്നൊരു സ്വഭാവത്തിലേക്ക് തിരിച്ചാൽ നമ്മൾക്ക് ഒരു ജമാഅത്തും നഷ്ടപ്പെടുകയില്ല, ഒന്നാം സഫും നഷ്ടപ്പെടുകയില്ല, അതുപോലെ തന്നെ ഒന്നാമത്തെ റക്അത്തും നഷ്ടപ്പെടുകയില്ല. തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ മഹത്വവും നമുക്ക് നഷ്ടപ്പെടുകയില്ല എന്ന തീരുമാനം നമ്മുടെ ടാർഗറ്റിൻ്റെ ഭാഗമാണ്. നിയ്യത്ത് എന്നത് കേവലം നോമ്പ് നോൽക്കാൻ മാത്രമല്ല, എല്ലാ അമലുകൾക്കും ഒരു നിയ്യത്തുണ്ട്. ആ നിയ്യത്താണ് നമ്മൾ റമളാനിൽ നോമ്പെടുക്കുന്നു എന്നത്. 30 ദിവസത്തെ അല്ലെ റമളാൻ മുഴുവനും നോമ്പെടുക്കുന്നു എന്നൊരു നിയ്യത്ത് മതി. എല്ലാ ദിവസവും ആവർത്തിക്കേണ്ടതില്ല. അതിനോട് കൂടെ ആ നിയ്യത്തിനോട് ചേർന്നുകൊണ്ടാണ് ഇനി പരിശുദ്ധ ഖുർആൻ അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിയൻ മഥാനിയ തഖ്ശൈറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹി ദാലിക ഹുദല്ലാഹ്. അള്ളാഹുവിൻ്റെ വാക്ക് എത്ര മൃദുലമാണ്, എത്ര മധുരകരമാണ്. മനുഷ്യനെ എത്ര പെട്ടെന്നാണ് മാറ്റിയെടുക്കുന്നത് ഖുർആൻ. അതിൻ്റെ ഉള്ളടക്കം തെലീനു ജുലൂദുഹും വഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളുടെ പാരുഷ്യത. മഹാനായ ഉമർ റളിയല്ലാഹുവിനെ കാണും. ആരാണെന്ന് ചോദിക്കാൻ പറ്റാത്ത വിധത്തിൽ ശൗര്യമുള്ള അതേ പ്രകാരത്തിൽ ധീരനായ യോദ്ധാവ് തൻ്റെ പെങ്ങളുടെ മുഖത്തൊന്ന് കൊടുത്തപ്പോൾ പെങ്ങൾ വീണുപോയി. പെങ്ങളുടെ പുതിയാപ്പളക്കൊന്ന് കൊടുത്തപ്പോൾ അയാൾ തെറിച്ചുപോയി. ശക്തനായ ഉമർ. പക്ഷേ ഖുർആൻ കേട്ടപ്പോൾ ഇരുന്നു പോയി. അതാണ് ഖുർആൻ പറഞ്ഞത് സുമ്മത്തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അവരുടെ ഉള്ളും പുറവും, ഉള്ളിലാണ് കൽബുള്ളത്, പുറത്താണ് തൊലിയുള്ളത്. അത് രണ്ടും മൃദുലമായി പോകുന്ന വിധത്തിലുള്ള അള്ളാഹുവിൻ്റെ വചനം, ഹദീസ്, അഹ്സനൽ ഹദീസ്, വർത്തമാനത്തിൽ വെച്ച്, വാക്കുകളിൽ വെച്ച്, ഉപദേശത്തിൽ വെച്ച്, മൗഇളത്തും മിർ റബ്ബിക്കും, അള്ളാഹുവിൻ്റെ വസിയ്യത്താണ് നിങ്ങൾക്ക് വന്നത്, അവൻ്റെ ഉപദേശമാണ്. കേട്ടാലും മതി വരാത്ത പുതിയ ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തുടിച്ചു വരുന്ന, അന്തരാളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന,
ആ മനുഷ്യമാറ്റത്തിന് വിധേയമാകുന്ന പരിശുദ്ധ ഖുർആൻ അവതരിച്ച നാട്ടിൽ അതിനോടൊരു കടപ്പാടുണ്ട്. അത് ബി ഐദി സഫറ കിറാമിൻ ബറല്ലായ മസ്സുഹുല്ലൽ മുതഹറുൻ, പരിശുദ്ധരായ മലക്കുകൾ തൊട്ടതിൻ്റെ ശേഷം അള്ളാഹു പറഞ്ഞു, പിന്നെ മനുഷ്യരെ നിങ്ങളെ കയ്യിലാണ് തന്നത്. ഇന്നേ വരേക്കും ഖുർആൻ ആരാണ് തൊട്ടത്? ജിബ്രീൽ അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന മലക്കുകൾ ഒരു ബറ്റാലിയൻ മലക്കുകൾ, ഒരു മലക്ക് മാത്രമല്ല. ഓരോ ആയത്തിനും ആയത്തിൽ കുർസി, അതുപോലെ ആമനർ റസൂൽ ഇറക്കിയപ്പോൾ ഒരൊറ്റ ആയത്താണ് വന്നത്. ആ വന്ന ആയത്ത് കൊണ്ടുവന്ന ജിബ്രീലിൻ്റെ ഇടതും വലതുമായി 19ഓളം മലക്കുകൾ. അല്ലാഹു അക്ബർ. ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്ന ഖുർആനിൻ്റെ മഹത്വം ആകാശം നിറയെയാണ്. ഇന്ന് ആകാശം മുഴുവനും അലങ്കരിച്ചിരിക്കുകയാണ് പരിശുദ്ധ റമളാനിന് സ്വാഗതം ചെയ്യാൻ. മലക്കുകൾക്കിടയിലുള്ള സംസാര വിഷയമാണ്. ആകാശ ലോകത്തിൻ്റെ ആരാധനയാണ്. ഭൂമി ലോകം പകർന്നെടുക്കുന്ന നമ്മൾ ചെയ്യാൻ തയ്യാറായി കാത്തു നിൽക്കുന്ന ആ ആരാധന, അതിലെ വിശിഷ്ടമായതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. ആ ഖുർആൻ പഠിക്കണം. പടച്ച റബ്ബേ, കേവലം പാരായണം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബിനെ വായിക്കുന്നവർ, അവരെ പുകഴ്ത്തി പറഞ്ഞു ഖുർആൻ. ഓത്ത് തന്നെ, പാരായണം തന്നെ. പക്ഷേ അത് പോരാ. അതിൻ്റെ കൂടെ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അമ്മലാ ഖുലൂബിൻ അഖ്ഫാലുഹ, തദ്ബീർ ചെയ്യണം. നിങ്ങൾ ചിന്തിക്കണം. ഓരോ ആയത്ത് ഓതിയതിന് ശേഷം അല്ലാഹു ലാ ഇലാഹ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. സമദ് എന്ന ഒരായത്തിൻ്റെ അർത്ഥം പഠിച്ചാൽ പടച്ചവനെ മനസ്സിലായി. ഖുൽ ഹുവല്ലാഹു ഓതിയാൽ മതി. ഖുർആനിൻ്റെ 1/3 കിട്ടി എന്ന് അള്ളാൻ്റെ റസൂൽ പറയാൻ കാരണം അതിൻ്റെ ആശയബാഹുല്യതയാണ്. ആ ആയത്ത് ഊതിയാൽ തൗഹീദ് മനസ്സിൽ നിറഞ്ഞു, അള്ളാഹുവിനെ അറിഞ്ഞു. ആരാണ് സമദ്? സമദിനെ മനസ്സിലാക്കി അത് പടച്ചവൻ മാത്രമേ ഉള്ളൂ എന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ എവിടേക്ക് പോകും മനുഷ്യൻ? അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വയക്ഷിഫു സൂഅ ഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. ഇവിടെ ബുദ്ധിമുട്ടാകുന്ന മുസ്ലിമും കാഫിറും വ്യത്യാസമില്ല. അള്ളാഹുവിനോട് ചോദിക്കാൻ മുസ്ലിമിന് ചോദിക്കാം, കാഫിറിനോട് ചോദിക്കാം. ബുദ്ധിമുട്ടായവൻ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാൽ അതിന് ഉത്തരം ചെയ്യും. അതാണ് അള്ളാഹുവിൻ്റെ ഓഫർ. മുസ്ലിങ്ങൾക്ക് മാത്രം പ്രാർത്ഥിക്കാൻ എങ്കിൽ ഉത്തരമുള്ളൂ? അല്ല, എല്ലാവർക്കും. യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു, പ്രയാസപ്പെടുന്നവൻ പടച്ച റബ്ബേ എന്ന് വിളിച്ചാൽ മതി. പക്ഷേ ഇടത്താവളം, ഇടത്തേട്ടം, ഇടയിലൊരാളും ഉണ്ടാവരുത്. ആ നിലക്ക് പടച്ചവനുമായി നെഞ്ചോട് ചേർക്കുന്നത് പോലെ, മുഖത്തോട് ചേർക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊന്നുമില്ലാത്തതുപോലെ നമ്മുടെ വിശ്വാസം പടച്ചവനുമായി ചേർക്കുമ്പോൾ ഏത് കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് വേറെ ആരോ ഉണ്ടോ എന്നാ ചോദ്യം. ഇല്ല, അല്ലാഹുവേ നീ മാത്രമാണ്. വലാകിൻ ബൽ ഖലീലമ്മാ യതദക്കറൂൻ, ചിന്തിക്കുന്ന ഖലീലമ്മാ തദക്കറൂൻ, നിങ്ങൾ കുറച്ചേ ആളുകളെ ചിന്തിക്കുന്നുള്ളൂ. ഭൂരിഭാഗവും ഇതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. അവർ ഗഫ്ലത്തിൽ, അശ്രദ്ധയിൽ. അതുകൊണ്ട് അശ്രദ്ധയിൽ നിന്ന് തിരിച്ച് കാര്യത്തിൻ്റെ ഗൗരവം, വീട് തീപ്പറ്റിയാൽ അതിൻ്റെ ഉള്ളിൽ നമ്മളെ മക്കളുണ്ടെങ്കിൽ നമ്മൾ ഓർക്കാൻ കഴിയാത്ത, സംഭവിക്കാതിരിക്കട്ടെ, ഒരു ഉദാഹരണത്തിന് ഓർക്കാൻ കഴിയാത്തതാണ്, നമ്മൾ വീണുപോ. അതിനേക്കാൾ ഗൗരവം നരകത്തെക്കുറിച്ച്, ആളിക്കത്തുന്ന നരകത്തെക്കുറിച്ച് ഖുർആൻ നമ്മെ കൊണ്ടുപോയി കാണിച്ചു തരികയാണ്. എന്താണ് നരകം എന്നുള്ളത് ആ ആയത്തുകൾ നമ്മൾ ഓതുമ്പോൾ ഒരു വികാരഭരിതമായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ലേ? പടച്ചവനെ കാക്കണം റബ്ബേ. മഹാനായ റസൂലുള്ള ഒരായത്തിൽ കൂടി കടന്നു പോകുന്നു. ഏതാണ് ആയത്ത്? സ്വർഗമാണ് എങ്കിൽ, നരകമാണ് എങ്കിൽ അവിടെ നിർത്തുന്നു റസൂലുള്ള. അല്ലാഹുമ്മ ലാ തജ്അൽനീ മിൻ അഹ്ലിൽ നാർ, നരകത്തിൻ്റെ കൂട്ടത്തിൽ എന്നെ പെടുത്തരുത് നാഥ. എത്ര സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൻ്റെ ആയത്ത് കടന്നു പോകാൻ കഴിയില്ല നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കാതെ. സ്വർഗത്തെക്കുറിച്ച് റിദ്വാനും മിനല്ലാഹി ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫിഹാ നുസുലൻ മിൻ ഗഫൂരിർ റഹീം.
എന്ന ആയത്ത് സ്വർഗത്തിൻ്റെ കുറിച്ചുള്ള നിരന്തരം 2000-ഓളം വരുന്ന ആയത്തുകൾ നരകവും സ്വർഗവും പ്രതിപാദിക്കുന്ന ആയത്തുകളാണ്. എന്നെങ്കിലും ഒന്ന് നെഞ്ചിൽ വേദന വന്നോ? നമുക്ക് പാപത്തെക്കുറിച്ചൊരു ഓർമ്മ വന്നു, ഓർക്കണം. അതിൻ്റെ ഫലമായി കണ്ണീര് ഇറ്റ് വീണാൽ, ഞാൻ നീട്ടുന്നില്ല, നിർത്തുകയാണ്, കണ്ണീരിറ്റ് വീണാൽ ആ കണ്ണീർ മതി നമ്മൾ നരകത്തിൻ്റെ തീയെ കെടുത്താൻ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് 7 കൂട്ടം ആളുകൾക്ക് അർശിൻ്റെ തണൽ കിട്ടും. ആ തണൽ കിട്ടുന്നവർ റജുലാനി, 2 മനുഷ്യന്മാർ അല്ലെങ്കിൽ ഒരാൾ, റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫദറഫത്ത് ഐനാഹു, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സുബൈക്ക് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരായത്തോതുകയാണ്. അതുപോലെ തന്നെ ഒരു ദിക്ർ ചൊല്ലുകയാണ്. പടച്ച റബ്ബേ എന്നോർത്തുകൊണ്ട് കണ്ണുനീർ നനയുകയാണ്. എങ്കിൽ അർശിൻ്റെ തണൽ അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യേകമായി നൽകി സ്വീകരിക്കുന്നു. അത്രമാത്രം ഒരു സത്യവിശ്വാസി കരയുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തവനാണ് എൻ്റെ വാപ്പയല്ല, എൻ്റെ ഉമ്മയല്ല. ഓനവിടെ കരയട്ടെ എന്ന് ഒരു പക്ഷേ നമ്മൾ അവരിൽ നിന്ന് കേട്ടേക്കാം. പക്ഷേ അതല്ല പറയുന്നത്. പിന്നെ അള്ളാഹു പറയുന്ന ആ കണ്ണീരിന് വിലയുണ്ട്, അവന് അർശിൻ്റെ തണൽ നൽകും. അങ്ങനെ ഒരാൾ പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞാൽ ആ കണ്ണീർ നരകത്തിൻ്റെ തീയെ കെടുത്തിക്കളയും. എന്തുമാത്രം! അങ്ങനെ ഖുർആനിലേക്ക് സദക്ക, ദാനധർമ്മം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അജ്വതുന്നാസ് വകാന ജൂദുഹു ഫീ റമളാൻ, ഏറ്റവും വലിയ ധർമ്മത്തിന് വേണ്ടി നമ്മുടെ പെണ്ണുങ്ങളുടെ കയ്യിലൊക്കെ കൊടുക്കുക. 1000 ഉറുപ്പിക അതൊരു 20ൻ്റെ നോട്ടാക്കി അല്ലെ 100ൻ്റെ നോട്ടാക്കി അവരുടെ കയ്യിൽ കൊടുക്കട്ടെ. അവർക്കും നമ്മൾ മരിച്ചാൽ, നാളെയോ മറ്റന്നാളോ നമ്മൾ മരിച്ചാൽ, ബാപ്പ ഈ സമയത്ത് ഒരുപാട് ധർമ്മം ചെയ്തിരുന്നു എന്ന് മക്കൾ സംസാരിക്കണം. എന്നിട്ട് കൊടുത്തത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ചർച്ച ചെയ്യുകയല്ല, നമ്മൾക്കത് കൊടുക്കണം. ഉമ്മ പറഞ്ഞത് എത്ര ഓർമ്മയാണ്. വയനാട്ടിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട് ദാരിദ്ര്യത്തിൻ്റെ. അവിടെ ഉമ്മയുള്ള കാലത്തെ ഞങ്ങൾ പോയി 100 ആളുകൾക്ക് റമളാൻ്റെ കിറ്റ് കൊടുത്തിരുന്നു. മൗലവി, ഇന്ന് ഉമ്മ മരിച്ചിട്ട് 10 കൊല്ലമായി. ആ ഉമ്മയുടെ പ്രവർത്തനം നിർത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. ഉമ്മ തുടങ്ങി വെച്ചതും ഉമ്മ ഉപദേശിച്ചതും ആ ബർക്കത്തിൻ്റെ വാക്കാണ്. ഇതുപോലെ റസൂലുള്ള തുടങ്ങി വെച്ചതും റസൂലുള്ള ഉപദേശം ചെയ്തതും നമ്മെ ഏൽപ്പിക്കുകയും ചെയ്ത ദാനധർമ്മങ്ങൾ അതുണ്ട് നമ്മളിൽ. ദിക്റുകൾ, ഇസ്തിഗ്ഫാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസത്തിൽ കാന യസ്തഗ്ഫിറുല്ലാഹ ഫീ യൗമിൻ 100 മറ ഔ 70 മറ, 70 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ അൽ അളീമുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അള്ളാഹുവിൻ്റെ ഇസ്തിഗ്ഫാർ അത് ചോദിക്കുന്ന റസൂലുള്ള 100 പ്രാവശ്യം ഡെയിലി നമുക്കതിലേക്ക് കടക്കണം. അത് പള്ളിയിൽ തന്നെ ഇരുന്ന് സുബഹി നിസ്കരിച്ച് തൂങ്ങാൻ വേണ്ടി അവിടെ തന്നെ ഇരിക്കണം എന്നില്ല. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ഡ്യൂട്ടിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ചുണ്ടും മനസ്സും ഒന്നിച്ചാണ്. ചുണ്ട് മാത്രം പോരാ, ചുണ്ടും മനസ്സും വേണം. മനസ്സുകൊണ്ട് ഖുർആൻ ഓതണം, മനസ്സുകൊണ്ട് ദിക്ർ ചെയ്യണം, മനസ്സുകൊണ്ട് തൗബ ചെയ്യണം, വാക്കുകൊണ്ടല്ല. അതുകൊണ്ട് ഖുർആൻ മനസ്സുകൊണ്ട്, തക്ബീറുകളും തഹ്ലീലും ചുണ്ടും വേണം. മനസ്സിൽ ദിക്റില്ല, അതും ആലോചിക്കണം. ഒരു ചുണ്ടനക്കാത്ത നിലക്ക് ഞാൻ ദിക്റില്ലാണ് പറയാൻ പറ്റില്ല. അവിടെ ചുണ്ടനങ്ങണം, മനസ്സനങ്ങണം. എന്നിട്ട് ദിക്റുകൾ ചെല്ലണം. ദിവസത്തിൽ 100 ആക്കേണ്ടതുണ്ട്. അത് റമളാനിലെങ്കിലും. പഴയ കാലത്ത് ഞങ്ങളൊക്കെ, നിങ്ങളും ഭൂരിഭാഗവും SSLC ഒക്കെ പഠിക്കുന്ന കാലത്ത്, അതുപോലെ ഡിഗ്രി പഠിക്കുമ്പോൾ ഒരു പേപ്പർ കിട്ടിയാൽ, അത് ഭാഷയുടെ ഒരു പേപ്പർ കിട്ടിയാൽ ലാംഗ്വേജ് മുഴുവനും പാസ്സാവും. ഇംഗ്ലീഷിൽ ഒരാൾക്ക് 90 മാർക്ക് കിട്ടിയാൽ, അറബിയിൽ 49 മാർക്ക് കിട്ടിയാൽ, അതിൽ വരുന്ന ഹിന്ദിക്ക് 10 മാർക്ക് കിട്ടിയാൽ മതി. നമുക്ക് പരലോകത്ത് എന്നുമ്പോൾ റമളാനിൻ്റെ പേപ്പർ അള്ളാഹു നോക്കട്ടെ, അതിൽ നമുക്ക് 99 മാർക്ക് കിട്ടണം. എങ്കിൽ ബാക്കിയുള്ളതെല്ലാം അള്ളാഹു നമുക്ക് പുറത്തു തരും. അങ്ങനെ മുന്നേറാൻ, നന്മ കൊണ്ട് ഇബാദത്ത് കൊണ്ട് നിറക്കാൻ
നമുക്ക് കഴിയണം എന്നാണ് പറഞ്ഞു. അതിനുള്ള അവസരങ്ങളാണ്. അതിനോട് കൂടെ തന്നെ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബത്തിലും മക്കൾക്കും കുട്ടികളിലും അത് നടപ്പാക്കാം. അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നോമ്പെടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് ഹജ്ജുണ്ട്, നോമ്പുണ്ട്, പക്ഷേ കൂലി ഉമ്മ നിനക്കാണ്. ഉമ്മക്ക് 2 വിധത്തിൽ ആ കുട്ടിയെ കഥ പറഞ്ഞുറക്കുകയും ഭക്ഷണം കൊടുക്കുകയും അങ്ങനെ നോമ്പിൻ്റെ മഹത്വമൊക്കെ പറയുകയും ചെയ്ത് നോമ്പെടുക്കാൻ തയ്യാറായാൽ ഉമ്മയുടെ പേരിൽ വരവ് 2ആയി. കുട്ടിക്ക് പാപവുമില്ല, ഉമ്മക്ക് പാപമോചനവുമായി. ഇങ്ങനെയൊക്കെ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം മാറ്റാൻ നമുക്ക് കഴിയും എന്നാണ്. ഇനിയും ഇഅ്തികാഫും മറ്റ് തറാവി നമസ്കാരം ഒന്നുപോലും നഷ്ടപ്പെടരുത്. സലാം വീട്ടിയാൽ വീണ്ടും 2 റക്അത്ത് നമസ്കരിക്കാൻ, അല്ല 1 റക്അത്ത് അത്തഹിയ്യാത്ത് മാത്രം കിട്ടിയവരാവരുത് നമ്മൾ. ഖുർആൻ കേൾക്കട്ടെ, മനോഹരമായ ഖുർആൻ പാരായണം നമ്മൾ വൈദാ ഖുരിയൽ ഖുർആനു ഫഅൻസിതു, നിങ്ങൾ കാതുകൂർപ്പിച്ച് കേൾക്കണം. ഇതേതാണ് വാക്ക്? ആകാശത്തിലെ വാക്കുകളാണ്, പരമോന്നതൻ്റെ വാക്കുകളാണ്. മലക്കുകളാണ് ഇത് തൊട്ടത്, ഇത് കേട്ടത് മലക്കുകളാണ്. അവരൊക്കെ ഇന്നും അന്നും എന്നും അള്ളാഹുവിനെ സാഷ്ടാംഗം ചെയ്യുന്നവരാണ്. 1 ഇഞ്ച് സ്ഥലമില്ല. റസൂലുള്ള പറയാണ്, ആകാശ ലോകത്ത് 1 ഇഞ്ച് സ്ഥലമില്ല, ഇല്ലാ മലക്കുൻ യസ്ജുദു ലില്ലാഹ്, അവിടെയെല്ലാം മലക്കുകൾ സുജൂദ് ചെയ്യുകയാണ്. ആകാശം നിറയുന്നു, ഭൂമി നിറയുന്നു. ലൈലത്തുൽ ഖദറിൻ്റെ പകലിൽ അല്ലെങ്കിൽ അന്ന് മലക്കുകൾ ഭൂമി ലോകത്തേക്ക് വന്ന് അന്ന് മണൽത്തരിയുടെ എണ്ണം നമുക്ക് എണ്ണാൻ കഴിയാത്ത മലക്കുകൾ ഭൂമിയിൽ വരുന്നു. കേൾക്കുന്നു അവർ ഖുർആൻ ഇറങ്ങിയ ദിവസം ഖുർആനിനെ പാരായണം ചെയ്യുന്നവരെ എഴുതി വെക്കുന്നു. അവരുടെ പേരുകളുമായി പിറ്റേന്ന് രാവിലെ അവർ ആകാശത്തിലേക്ക് പോകുന്നു. എന്തൊരു മഹത്വമാണ് നാഥ! എണ്ണിയാൽ ഒതുങ്ങാത്ത അനുഗ്രഹത്തിൻ്റെ ആ അനുഗ്രഹം കൊണ്ട് മഴ പോലെ നമ്മെ പൊതിയുന്ന അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. ശുക്ർ ഇബാദത്ത് കൊണ്ടാണ്, പുണ്യ അമലുകൾ കൊണ്ടാണ്. അത് ചെയ്യാനുള്ള ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പടച്ച റബ്ബേ, ഒരു പോരായ്മ കുറ്റമറ്റതായിരിക്കണം എൻ്റെ നോമ്പ് എന്ന നിർബന്ധത്തോടെ ചിന്തിക്കുക, അള്ളാഹുവിനോട് ആവശ്യപ്പെടുക. പടച്ച റബ്ബ് പൂർണ്ണമായി ഇത് നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള ബാധ്യത തീർത്തവരായി, ശുക്റുള്ള നന്ദിയുള്ള അടിമകളായി തീരാൻ പടച്ച റബ്ബ് നമുക്കും കുടുംബത്തിനും മക്കൾക്കും എല്ലാം അല്ലാഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറ്റമറ്റ ഒരു നോമ്പിൻ്റെ ഉടമകളായി നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കാൻ, അതിനുള്ള അവസരം നിർവഹിക്കാൻ നമുക്ക് അല്ലാഹു തആല അനുഗ്രഹം നൽകുമാറാകട്ടെ. ഒരു വിധത്തിലുള്ള രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടാതെ അല്ലാഹു തആല പരിശുദ്ധ റമളാനിൻ്റെ ആരോഗ്യ ഉന്മേഷത്തോടുകൂടി പുണ്യ അമലുകൾ ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അവരുടെ നോമ്പ് അല്ലാഹു തആല അവരെന്താണോ ധർമ്മം കൊണ്ടാണോ നോറ്റ് വീട്ടുന്നത് കൊണ്ടാണോ അല്ലാഹു പരിഹരിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. السلام عليكم ورحمة الله.